ഹലോ, എല്ലാവർക്കും പത്തനംമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഈ എപ്പിസോഡിൽ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നവ്യയാണ്. അപ്പോൾ നവ്യയാണെങ്കിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും അവൻ എന്തെങ്കിലും ഒരു ഫോട്ടോ ആയിക്കോട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നവ്യ ഇരിക്കുന്നത് കേട്ടോ. അതേസമയം തന്നെയാണ് ജലജ ആ റൂമിലേക്ക് കടന്നു വരുന്നത്. ജലജ നവ്യയോട് ചോദിക്കുകയാണ്, എടി നവ്യ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. അപ്പം നവ്യ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നവ്യയാണെങ്കിൽ ഈ പൊറുപൊറുന്നിങ്ങനെ പൊറുപുറത്തുകൊണ്ടിരിക്കുകയാണ്. ഇവനെക്കുറിച്ച് തന്നെയാണ്, ശ്രദ്ധയൊന്നും ഇവരിലേക്ക് പോകുന്നില്ല കേട്ടോ. 3-4 തവണ നവ്യനെ വിളിച്ച് കഴിയുമ്പോഴാണ് നവ്യയ്ക്ക് ബോധോദയം വരുന്നത്. എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജലജ ചോദിക്കുകയാണ്, അല്ല നീ എന്തെന്ന് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, നിൻ്റെ ശ്രദ്ധയൊക്കെ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അതെ, ഞാനിപ്പോൾ വന്നതേ അബി എവിടെയെന്ന് ചോദിക്കാനായിട്ടാന്ന് പറയാണ്. ഇത് കേട്ടതും നവ്യ ആണെങ്കിൽ ഒരു ആക്കിയ രീതിയിലൊന്ന് ചിരിച്ചിട്ട് ആ കട്ടിലുമ്പോൾ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, അല്ല നീ എന്താണ് ഞാൻ ചോദിച്ചതിന് മറുപടി പറയാണ്ട് ഒരു ആക്കിയ ചിരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, അല്ല നിങ്ങളുടെ മകനെ ഞാൻ എൻ്റെ സാരിത്തുമ്പിൽ കെട്ടിയിട്ട് കൊണ്ടുനടക്കുകയാണ്. അല്ല പിന്നെ ഞാനല്ലാതെ എന്ത് പറയാനായിട്ടാ, നിങ്ങളുടെ മകൻ എവിടേക്ക് പോയിന്നോ എങ്ങനെ പോയിന്നോ എനിക്കെങ്ങനെ അറിയാനാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ജലജയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ ജലജ പറയുകയാണ്, എടി നിൻ്റെ അനിയത്തിനെയും അന്ന് ആ കള്ളത്തരം ചെയ്തപ്പോൾ തന്നെ പുറത്താക്കേണ്ടതായിരുന്നു. എന്തായാലും ആ മുത്തച്ഛൻ ഒറ്റൊരുത്തം കാരണമാണ് നീയും നിൻ്റെ അനിയത്തി ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ്, അത് ശരി, ഞാൻ കള്ളത്തരം ചെയ്തതാണല്ലേ വലിയ കാര്യമായി പോയത്, ഞാൻ കള്ളത്തരം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ കള്ളിയാണെങ്കിൽ നിങ്ങളുടെ മകൻ പിന്നെന്താ, നിങ്ങളുടെ മകൻ അതിലും വലിയ കള്ളനാണ്. അത്രയും വൃത്തികെട്ട ഒരു മകനെ വളർത്തി വലുതാക്കിയ നിങ്ങളും. ഇത് കേട്ടതും നവ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അടിക്കാനായിട്ട് ഓങ്ങാണ് നവ്യയെ. അങ്ങനെ നവ്യ അടിക്കാനായിട്ട് ഓങ്ങുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മളുടെ അബി പുറകിൽ നിന്ന് വന്നിട്ട് ജലജയുടെ കൈ പിടിച്ച് മാറ്റുകയാണ്. അമ്മ ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയുകയാണ്, ഇവൾ എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നതെന്നറിയോ, പിന്നെ ഇവൾ അടിക്കാതെ എന്താ ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. അങ്ങനെ അബി ഒരു കണക്കിനൊക്കെ വിളിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് ജലജയോട് പറയുകയാണ്, അമ്മ ഇനി അധികം ബുദ്ധിമുട്ടണ്ട, അവളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, അവളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം, ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജ ചോദിക്കുകയാണ്, എടാ നീ എന്തെങ്കിലും പദ്ധതി ഒപ്പിച്ചിട്ടുണ്ടോ, എന്നോട് എന്തെങ്കിലും പറയാതെ ഇനി അടുത്ത മണ്ടത്തരം ഒപ്പിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അബി പറയുകയാണ്, ഞാനൊരു മണ്ടത്തരം ഒപ്പിച്ചിട്ടില്ലമ്മേ, ഞാൻ വെറുതെ പറഞ്ഞതാ, എന്തായാലും നമുക്ക് അവളുടെ കാര്യത്തിൽ തീരുമാനമാക്കാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയാണ്, ഇനി അടുത്ത കുഴി തോണ്ടാൻ നിൽക്കരുത്, ഇത്രയും അവളെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നീ തന്നെയാണ് പെട്ടുപോയത്, ഇനി അടുത്ത പെടലും കൂടെ പെടരുതെന്ന് പറയാം കേട്ടോ. നീ ഒറ്റൊരുത്തനാടാ ഇവളെപ്പോലുള്ളവളെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റിയത്, അതോടുകൂടി തന്നെ നിൻ്റെ ജീവിതം തൊലഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. എടാ അബി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പം എന്തായാലും നവ്യ ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നീ അറിഞ്ഞല്ലോ, അവനില്ലേ ആ ഒന്നും അറിയാത്തവനെ, നമ്മുടെ അനീനെ, അവനെ കൊണ്ട് 3 ബ്രാഞ്ച് ഓപ്പൺ ചെയ്യിക്കാൻ പോവാണ് അവൻ്റെ പേരിൽ. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കല്യാണം നടന്നാലാണല്ലോ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ കല്യാണം മുടക്കിയിട്ട് ജാനകിയെ ദേവയാനിക്ക് എതിരാക്കി മാറ്റണം. അതിനുശേഷം ഈ കല്യാണം മുടക്കിയത് അവളുമാർ 2 പേരും ആണെന്ന് പറഞ്ഞിട്ട് നയനയുടെ നവ്യയുടെ തലയിലോട്ട് എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റിയിട്ട് അവളുമാരെ ഒരു പൂച്ചക്കുഞ്ഞിനെ എടുത്ത് കളയുന്ന ലാഘവത്തോടുകൂടി എടുത്തു കളയണം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനിടയിൽ എന്തെങ്കിലും കയറി വന്ന് ചെയ്ത് ചാളമാക്കാൻ നിൽക്കരുതെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും അബി പറയാണ്, അമ്മേ ഞാൻ അമ്മയോട് പറയാണ്ട് ഒരു കാര്യവും ചെയ്യൂലമ്മേ, അത് ഉറപ്പ് തന്നെയാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജലജ പറയാണ്, ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ നീ സ്വന്തം മകനാണെന്ന് പോലും ഓർക്കാണ്ട് ഞാൻ നിന്നെ കൊന്നുകളയും, ഞാൻ പിന്നെ ഒരു ദയം കാണിക്കില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും അബി ആകെ വിഷമിച്ച് പേടിച്ചൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ജലജ അവിടെ നിന്ന് പോകുന്നു. ജലജ പോയതിന് ശേഷം അബി പറയാണ്, അമ്മ പറഞ്ഞതുപോലെ ഞാൻ മിണ്ടാതെയൊന്നും ഇരിക്കില്ല, നവ്യയെ എങ്ങനെയും പുറത്താക്കണം, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അല്ല ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവൻ വിളിച്ചിട്ട് ഇവളൊന്ന് പേടിക്കുന്ന പോലും ഇല്ലല്ലോ, അതെന്തുകൊണ്ടായിരിക്കുള്ളൂ? ഇത്രയും ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചിട്ടും നവ്യ ഒന്ന് പേടിക്കാത്തത്. എന്തായാലും അവനൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് നവ്യനെ ശല്യം ചെയ്യണം അവനെ നമ്മുടെ അബി വിളിക്കുകയാണ്. അബി വിളിക്കുമ്പോൾ അയാളുടെ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ അബി വിചാരിക്കുകയാണ്, അല്ല ഇവൻ്റെ നമ്പർ എന്നിട്ട് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുക കേട്ടോ. എന്തിവിടെ നടക്കുന്നുണ്ടല്ലോ, എന്തോ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്നിങ്ങനെ അബി ചിന്തിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയോട് പറയുകയാണ്, അല്ല അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്ക് മുത്തശ്ശി പറയുകയാണ്, ചായക്ക് അവളെന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ മണമാണ് ഈ വരുന്നതെന്ന് പറയാം കേട്ടോ. അതേസമയം തന്നെ ജലജക്കം കിട്ടുകയാണ് ഈ മണം. അപ്പോൾ ജലജ പറയാണ്, ഇവൾ ചായക്കോരം എന്തോ ഉണ്ടാക്കുന്നുണ്ട്, എന്തായാലും ദേവയാനടുത്തിയുടെ കയ്യിൽ നിന്ന് ഇവൾക്ക് പൊത്തിരി കിട്ടാൻ പോവുകയാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ആദർശും അതുപോലെ തന്നെ ആദർശിൻ്റെ അച്ഛനും ഓഫീസിൽ നിന്ന് വരികയാണ്. അപ്പോഴാണെങ്കിൽ ദേവയാനി നയനയോട് ചോദിക്കുകയാണ്, അല്ല ചായയൊക്കെ റെഡി ആയില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, ദൈവമേ ചായ റെഡി ആയിട്ട് തന്നെ കൊണ്ടുവരാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ആദർശനോട് ചോദിക്കുകയാണ് ദേവയാനി, അല്ല നീ എന്താ ഇന്ന് നേരത്തെ വന്നിരിക്കുന്നത്, എല്ലാവരും നേരത്തെ പോകുന്നല്ലോ, സാധാരണ ഈ സമയത്ത് വരാത്തതാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, അത് പിന്നെ ഞാൻ നേരത്തെ വന്നതിൻ്റെ കാരണം
ഞാൻ എന്തായാലും മുത്തശ്ശനോട് കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും മുത്തശ്ശനെ ഞങ്ങൾ പാർക്കിലോട്ടൊന്ന് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറയാം, എന്തായാലും അത് നല്ല കാര്യമാടാ, എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം, വീട്ടിലെല്ലാവരും കൂടെ വരട്ടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ആദർശം പറയാണ്, അതും നല്ല കാര്യം തന്നെയാണ്. അപ്പോഴേക്കും ആദർശം പറയാണ്, ഞാൻ എന്തായാലും കാര്യം മുത്തശ്ശനോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആദർശം മുത്തശ്ശൻ്റെ അടുത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആദർശം വന്നിട്ട് മുത്തശ്ശനോട് പറയാണ്, മുത്തശ്ശൻ നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിലെല്ലാവർക്കും കൂടി പാർക്ക് വരെ ഒന്ന് പോയിട്ട് വരാം, ഒന്ന് നടന്നിട്ടൊക്കെ വരാം, അപ്പോൾ മുത്തശ്ശൻ്റെ ഒരു സന്തോഷമാവുകയും ചെയ്യുമെന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഇല്ല ആദർശ്, എനിക്കെന്തോ ശരീരത്തിന് വയ്യാത്ത പോലെയാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ വരുന്നില്ലടാ എന്ന് പറയാണ്. ദേവയാനി നിർബന്ധിക്കുകയാണ് കേട്ടോ. അപ്പോഴും മുത്തശ്ശൻ പറയാം, ഏയ് ഞാൻ വരുന്നില്ല, എൻ്റെ ശരീരത്തിന് ഒരു സുഖമില്ല എന്ന് പറയാണ്. ആ സമയത്താണ് നമ്മുടെ നയന റൂമിലേക്ക് കയറി വരുന്നത്. അപ്പോൾ നയനയുടെ കയ്യിലാണെങ്കിൽ സൂപ്പുണ്ട്. അപ്പോൾ സൂപ്പാണ് നേരത്തെ നയന ഉണ്ടാക്കിയത്, അതിൻ്റെ സ്മെല്ലാണ് വന്നത്. അങ്ങനെ ആ സൂപ്പ് മുത്തശ്ശന് കൊടുക്കുകയാണ്. മുത്തശ്ശനോട് പറയാണ്, മുത്തശ്ശ ഇത് സൂപ്പാണ്, മുത്തശ്ശൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ഒരു ഉണർവൊക്കെ കിട്ടും എന്ന് പറയാണ്. ഇന്ന് ഞാൻ ചായക്ക് പകരം എല്ലാവർക്കും സൂപ്പാണ് ഉണ്ടാക്കിയെന്ന് പറയാണ്. മുത്തശ്ശന് ഭയങ്കര സന്തോഷമാവാണ്. ആ മോളെ നന്നായി, ഞാനിത് കുടിച്ചിട്ടൊക്കെ ഉണ്ട്, നല്ലതാ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ മേടിച്ച് കുടിക്കാനായിട്ടോ. അങ്ങനെ ആദർശനും കൊടുക്കുകയാണ്. ദേവയാനിക്ക് നേരെ നീട്ടുമ്പോൾ ദേവയാനി ചോദിക്കുക, അല്ല ഇന്നെന്താ ചായ ഒന്നും ഉണ്ടാക്കിയില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന പറയാണ്, ഇല്ലമ്മേ ഇന്ന് ചായ ഉണ്ടാക്കില്ല, സൂപ്പ് ഉണ്ടാക്കാം, എല്ലാവർക്കും നല്ലതാണ്, എല്ലാവരുടെ ഹെൽത്തിന് നല്ലതാണെന്ന് പറയാണ്. അങ്ങനെ ദേവയാനിയും എടുക്കുകയാണ്. അപ്പോഴാണ് ജലജ അഭിയോട് പറയുന്നത്, എടാ നേരത്തെ ഇതിൻ്റെ മണാണ് അടിച്ചതെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ജലജയ്ക്കാണെങ്കിൽ അസൂയം വരികയാണ്. ജലജ പറയണേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചിട്ട് അച്ഛൻ്റെ മുന്നിൽ പേരെടുക്കാനായിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ്. അഭിയും തലയാട്ടമാണ് കേട്ടോ. അതിനുശേഷം സൂപ്പൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശനൊരു ഉണർവൊക്കെ വരികയാണ്. മുത്തശ്ശൻ നയനോട് പറയാണ്, മോളെ സൂപ്പ് കുടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഉഷാറായിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നയന പറയാണ്, എങ്കിൽ പിന്നെ നമ്മളിവിടെ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കിതേ ഗാർഡനിലേക്ക് പോവാം, പാർക്കിലേക്ക് പോയാലോ എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശനെയും കൂട്ടിയിട്ട് നമ്മുടെ നയന പാർക്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ദേവയാനിക്കും അതുപോലെ തന്നെ ആദർശനും അത്ര പിടിച്ചില്ല, അവർ വിളിച്ചിട്ട് ചെന്നില്ലല്ലോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ജയനും അതുപോലെ തന്നെ അനിയനും കൂടെ വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് ജാനകി സൂപ്പ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സൂപ്പ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കൊക്കെ വേണം. ദേവയാനിയോട് ജയൻ പറയാണ്, ഇത് അടിപൊളിയായിട്ടുണ്ട്, നാളെ മുതൽ എനിക്ക് ജോലി സ്ഥലത്തും കൊണ്ടുപോകാനായിട്ട് തരണം എന്ന് പറയാണ്. ഇത് കേട്ടതും ദേവയാനിക്ക് അത്ര പിടിച്ചില്ല. അപ്പോഴത്തേക്കും ജയൻ ചോദിക്കാമല്ലോ, നിൻ്റെ മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജാനകി പറയാണ്, എങ്ങനെ ഇടത്തിയുടെ മുഖം നന്നായിട്ടിരിക്കും, ഇതുണ്ടാക്കിയതേ ഇടത്തിയല്ല മരുമകളാന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജയനും കാര്യം മനസ്സിലാവും കേട്ടോ. എന്നിട്ട് എല്ലാവരും കൂടെ ഗാർഡനിലേക്ക് പോവാണ്. അടുത്ത സീനിൽ മുത്തശ്ശനെയും നയനയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ഗാർഡനിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ നയനയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാക്കി കൊണ്ടിരിക്കണം മുത്തശ്ശനെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശനോട് നയന ചോദിക്കുകയാണ്, മുത്തശ്ശൻ്റെ പഴയ കാലത്തെക്കുറിച്ചിട്ട് പറയാം, മുത്തശ്ശൻ പഠിക്കുന്ന സമയത്തുള്ള കാലഘട്ടമൊക്കെ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണ്, പണ്ടത്തെ നാരങ്ങ മിഠായിയും 25 പൈസയ്ക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടിയ കഥകളും എല്ലാവരും തമ്മിലുള്ള സ്നേഹവും ഒക്കെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയാണ്, മുത്തശ്ശ നമുക്ക് ആ പഴയ കാലം ഒന്ന് തിരിച്ചു കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ്, മോളെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, എങ്ങനെയാണ് ആ പഴയ കാലം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക, എല്ലാവരും ഇപ്പോൾ എവിടെയാണോ എന്തോ, ഇപ്പം ഞങ്ങളൊക്കെ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, പണ്ടൊന്നും ഫോണൊന്നും ഇല്ലല്ലോ, എല്ലാവരും എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് പറയാണ്. അങ്ങനെ നയന വേഗം തന്നെ മുത്തശ്ശനോട് പറയുകയാണ്, മുത്തശ്ശ ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞ് കൈ ചൂണ്ടി കാണിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് മുത്തശ്ശൻ നോക്കുമ്പോൾ മുത്തശ്ശൻ്റെ പഴയ സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവിടെ. ഇതൊക്കെ കാണുന്ന വീട്ടുകാരും ഭയങ്കര ഹാപ്പി ആവുകയാണ് കേട്ടോ. ആദർശനൊക്കെ ഭയങ്കര ഹാപ്പി ആവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ മുത്തശ്ശൻ എല്ലാവരുടെ അടുത്തേക്കും ചെല്ലുകയാണ്. അങ്ങനെ അവരൊക്കെ കൂടെ പഴയ കാലത്തെ വർത്തമാനങ്ങളും കുറേ ഗിഫ്റ്റൊക്കെ കൊടുത്ത് മുത്തശ്ശനെ ഹാപ്പി ആക്കുകയാണ്. എല്ലാവരുടെയും കൂടെ മുത്തശ്ശന് ഭയങ്കര ഹാപ്പിയായി എൻജോയ് ചെയ്യാണ്. അങ്ങനെ ഏറ്റവും അവസാനം എല്ലാവരും പറഞ്ഞു, എടാ നമ്മളിനി പിന്നെയും കാണണം കേട്ടോ, പഴയതുപോലെ തന്നെ, നീ ഇപ്പോൾ വലിയ ആളായി എന്നൊക്കെ അറിയാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ്, ഞാൻ വലിയ ആളൊന്നും ആയിട്ടില്ലടാ, ഞാനിപ്പോഴും പഴയ മൂർത്തി തന്നെയാണ്, നിങ്ങളുടെ പഴയ മൂർത്തി. അങ്ങനെ മൂർത്തി പറയാണ്, അയ്യോ ഞാൻ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തിയില്ലല്ലോ, വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ വന്നിട്ട് നയനയോട് പറയുകയാണ്, മോളെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, നീ എങ്ങനെ ഇവരൊക്കെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, എൻ്റെ അടുത്ത് താങ്ക്സ് ഒന്നും പറയണ്ട, താങ്ക്സ് പറയണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മുത്തശ്ശൻ എന്നോടല്ല പറയേണ്ടത്, കൊച്ചുമോനോടാണ് പറയേണ്ടതെന്ന് പറയാം കേട്ടോ. ആദർശേട്ടനാണ് എല്ലാവരും തപ്പിപ്പിടിച്ച് തന്നത്, ഞാൻ എല്ലാവരും വിളിച്ചു വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തത് ആദർശേട്ടൻ തന്നെയാണ്. അപ്പോൾ ആദർശേട്ടനോടാണ് മുത്തശ്ശൻ താങ്ക്സ് പറയേണ്ടതെന്ന് പറയാണ്. അങ്ങനെ ആദർശനെ ചെന്ന് മുത്തശ്ശൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ആദർശാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ആദർശൻ ഞെട്ടുക കേട്ടോ. സത്യത്തിൽ ആദർശന് ഇതിനൊരു പങ്കൊന്നുമില്ല. എന്നിട്ട് നയനയാണെങ്കിൽ ആദർശൻ്റെ ആ ഒരു മുഖമൊക്കെ കണ്ട് ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, ഇവളൊരു ടൈപ്പ് സാധനമല്ലേ, ഇവളെല്ലാം ചെയ്തിട്ട് എൻ്റെ തലയിൽ വെച്ച് തന്നോ, അല്ല ഇവളെന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്, ചിലപ്പോൾ ഒരു പക്ഷേ നല്ല പേരെടുക്കാനായിട്ടായിരിക്കും എന്ന് പറയാം കേട്ടോ. അങ്ങനെ നയന ആ വഴിക്ക് പോകുന്ന സമയത്ത് ആദർശ് ചോദിക്കുകയാണ്, എന്താ നയനെ നീ എൻ്റെ പേരിലോട്ടെല്ലാം വെച്ച് തന്നത്,
ഞാൻ നല്ല പേര് നിനക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന പറയണേ അതിന് ആദർശേട്ടൻ്റെ പേരൊന്നും എനിക്ക് വേണ്ട, എനിക്കുള്ള പേര് തന്നെ മതി. പിന്നെ ഞാനതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ വലിയ പുതുമയൊന്നും തോന്നിക്കില്ല, മുത്തശ്ശൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷേ ആദർശേട്ടൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ മുത്തശ്ശന് കൂടുതൽ സന്തോഷം തോന്നും. മാത്രമല്ല ഒരു സമയത്ത് ഞാനിവിടെ നിന്ന് പോകാനായിട്ടുള്ളതല്ലേ, അപ്പം ഞാൻ പോകുമ്പോൾ മുത്തശ്ശന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നരുതെങ്കിൽ ആദർശേട്ടൻ്റെ മുത്തശ്ശനെ എന്നെപ്പോലെ തന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന് മുത്തശ്ശന് തോന്നണം എന്ന് പറയണം. അപ്പോൾ ആദർശ് ഇങ്ങനെ നയനയുടെ മുഖത്ത് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് നയന പറയണം, എനിക്കറിയാം, ഒന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അമ്മയും കൂടെ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന്. മുത്തശ്ശൻ്റെ അസുഖം കഴിയുന്നത് വരെ ഞാൻ ഇവിടെ ഉള്ളൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാം കേട്ടോ. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്.